CPM അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഏതാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു ഏകഛത്രാധിപതി അങ്ങനെ ഒരാളായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കരുതുന്നു, അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡ് നോക്കിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു തുടർച്ച ഇടതുപക്ഷത്തിനുണ്ടാവും എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയുന്നത്? CPM-നെ അന്ധമായി എതിർക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ് താങ്കൾ. CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടിക്ക് പുതിയ മുഖം വന്നിരിക്കുന്നു. സഖാവ് MA ബേബിയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? മാർക്സിസ്റ്റ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ വെന്റിലേറ്ററിലാണ്. പാർട്ടി അതിൻ്റെ അനിവാര്യമായ പതനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ രക്ഷിച്ചു നിർത്താൻ ദൈവത്തിനല്ലാതെ ബേബിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പാർട്ടി നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് ഈ വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അധികം വൈകാതെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് അതിൻ്റെ സ്വാധീനം ഉറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിൽ അധികാരമുള്ള ഏക സംസ്ഥാനത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിഷ്കാസനം ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ പരസ്യത്തിൽ പറയുന്നത് പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന സ്ഥിതിയിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇടത് വിമർശകർ, അല്ലെങ്കിൽ എസ്പെഷ്യലി CPM-നെ അന്ധമായി എതിർക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് പാർട്ടിയിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാർട്ടി ഒരു റീവാമ്പിങ്ങിൻ്റെ സ്റ്റേജിലാണ്. സോ MA ബേബിയുടെ ഈ വരവോടുകൂടി പാർട്ടിയിൽ ഒരു മാറ്റവും വരില്ല, അല്ലെങ്കിൽ ഗുണപരമായ ഒരു മാറ്റവും CPM-ൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ബേബിയുടെ വരവോടുകൂടി ഗുണപരമായ ഒരു മാറ്റവും പാർട്ടിയിലുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ EMS-ന് ശേഷം പാർട്ടിയെ നയിക്കാൻ വന്ന ആദ്യത്തെ മലയാളി MA ബേബിയാണ്. MA ബേബിക്ക് മുമ്പുണ്ടായിരുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു. സുർജിത്ത് പഞ്ചാബിൽ നിന്ന് വന്ന ആളാണ്. വളരെ സീനിയർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ്. വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയ വിശാരദനാണ്. രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2004 ഒരു UPA ഗവൺമെൻറ്റിന് രൂപം കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ അഖിലേന്ത്യാ നേതാക്കന്മാരുമായിട്ട് വ്യക്തിപരമായ അടുത്ത പരിചയമുണ്ടായിരുന്നു. ലാലു പ്രസാദ് യാദവിനെയും ശരത് പവാറിനെയും അതുപോലെ തന്നെ മുലായം സിംഗ് യാദവിനെയും ഒക്കെ ഈ കോൺഗ്രസുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ഹർകിഷൻ സിംഗ് സുർജിത്ത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അടുപ്പം കൊണ്ടാണ്. ഇതിലെല്ലോപരി അദ്ദേഹം പഞ്ചാബുകാരനും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. പിന്നീട് വന്നത് കാരാട്ടാണ്. കാരാട്ട് വന്നപ്പോഴേ കാരാട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. ശരിക്കും കമ്മ്യൂണിസത്തിനെ അതിൻ്റെ ഒരു ദാർശനിക തലത്തിൽ വിലയിരുത്താനുള്ള ഒരു ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ഉള്ള ഒരാളാണ് കാരാട്ട്. അദ്ദേഹത്തിൻ്റെ യോജിക്കുകയോ വിയോജിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ കൃത്യമായ പ്രത്യയശാസ്ത്ര വിശകലനം നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെയും വിദേശ യൂണിവേഴ്സിറ്റികളിലെയൊക്കെ പഠനം അദ്ദേഹത്തിന് അത്തരം ഒരു ഉൾക്കാഴ്ച കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപാഠിയും സഹപ്രവർത്തകനും ഒക്കെയായിരുന്നു സീതാറാം യെച്ചൂരി. യെച്ചൂരിയും JNU-ൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇവർ രണ്ടുപേരും സാന്നിധ്യം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ഇവരൊക്കെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരുമായിട്ട് വളരെ വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ്. അതേസമയം MA ബേബിയുടെ ഏറ്റവും വലിയൊരു പരിമിതി, അദ്ദേഹം ഇങ്ങനെ തെക്കേ അറ്റത്ത് നിന്ന് വരുന്ന ഒരാളാണ്, നമ്പർ 1. നമ്പർ 2, സീതാറാം യെച്ചൂരിയോ അതല്ലെങ്കിൽ പ്രകാശ് കാരാട്ടോ നടത്തുന്നത് പോലെ ഒരു പ്രത്യയശാസ്ത്ര വിശകലനം നടത്തി ജനങ്ങളെ അണികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവരെപ്പോലെ ബേബിക്ക് കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രത്യയശാസ്ത്ര വിശകലനം നമ്മൾ കേട്ടു. അത് പലതും പരിഹാസ്യമായിരുന്നു, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കാലാനുസൃതമായി വിശകലനം ചെയ്യാൻ തനിക്ക് മുമ്പുണ്ടായിരുന്ന 2 നേതാക്കന്മാർക്കൊപ്പം ബേബിക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി, ഈ പ്രത്യയശാസ്ത്ര വിശകലനം നടത്തുന്ന പ്രത്യയശാസ്ത്രം തന്നെ തകർന്നു തരിപ്പണമായിരിക്കുകയല്ലേ. ലോകത്തെങ്ങും ഇല്ലാത്തൊരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ഇവിടെ വിശകലനം നടത്തി എന്ത് ചെയ്യാനാണ്? അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചാൽ സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതനുസരിച്ച് പാർട്ടിയുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രശ്നം, പാർട്ടി ഒരു ജനറൽ സെക്രട്ടറി സെൻറ്റേഡ് പാർട്ടിയാണ്. ഉദാഹരണത്തിന് മാവോയ്ക്ക് ശേഷം ഡെങ് സിയാവോപിങ് വന്നപ്പോൾ, അതായത് സാംസ്കാരിക വിപ്ലവത്തിന് ശേഷം ചൈനയിൽ വരുന്നൊരു മാറ്റമാണ്.
അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനത്തെ പരിപൂർണമായിട്ടും പുനർനിർമ്മിച്ചു. അദ്ദേഹമാണ് പറഞ്ഞത് പൂച്ച കറുത്തതായാലും വെളുത്തായാലും എലിയെ പിടിച്ചാൽ മതി. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രത്യയശാസ്ത്രം എന്തായാലും ശരി, വിപ്ലവത്തിൻ്റെ പാത എന്തായാലും ശരി, ചൈന വികസിച്ചാൽ മതി എന്നുള്ളതായിരുന്നു നിലപാടിലേക്ക് മാറി. അതിൻ്റെ ഗുണമാണ് ഇന്ന് ചൈനയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരട്ട് തത്വവാദത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മോചിപ്പിച്ചത് ഡെങ് സിയാവോപിങ് ആണ്. ഇവിടെ ബേബിക്ക് അത്തരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ യെച്ചൂരിയും പ്രകാശ് കാരാട്ടും രണ്ട് തലങ്ങളിലാണ് നിന്നത്. പ്രകാശ് കാരാട്ട് BJPയെ കണ്ടത് ഒരു ഫാസിസ്റ്റ് പാർട്ടിയായിട്ടല്ല, ഉദാരീകരണവും അതുപോലെ തന്നെ വർഗീയതയും സമഞ്ജസമായി സമ്മേളിച്ച് സ്വേച്ഛാധിപത്യവും കൂടെ ചേർന്ന് ഭരിക്കുന്ന ഒരു ഭരണകൂടം, അങ്ങനെയാണ് BJP ഭരണകൂടത്തെ അദ്ദേഹം വിലയിരുത്തിയത്. പക്ഷേ BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് അദ്ദേഹം കാണുന്നില്ല. ഫാസിസ്റ്റ് പ്രവണതകളുണ്ട് എന്നുള്ളതല്ലാതെ ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് കാണുന്നില്ല. യെച്ചൂരി അങ്ങനെയല്ല. യെച്ചൂരി വന്നപ്പോൾ പറഞ്ഞു BJP ഫാസിസ്റ്റ് പാർട്ടിയാണ്. കാരണം ഇവിടുത്തെ നമ്മളെ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ചേർത്ത് നിർത്തി മാത്രമേ BJPയെ തടയാൻ കഴിയൂ. ഇതായിരുന്നു യെച്ചൂരിയുടെ നിലപാട്. അതേസമയം കാരാട്ട് പറഞ്ഞത് ഉദാരവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ വർഗീയതയുടെ കാര്യത്തിൽ, സ്വേച്ഛാധിപത്യത്തിൻ്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസും BJPയുമായിട്ടൊന്നും വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ ചേർത്ത് നിർത്തി ഈ ലക്ഷ്യം പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു കാരാട്ടിൻ്റെ നിലപാട്. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു രക്തം ചുരുക്കം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ MA ബേബിയുടെ വരവോടുകൂടി പ്രത്യേകിച്ച് വലിയ ഗുണപരമായ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് താങ്കളുടെ സ്പെക്കുലേറ്റീവ് റീഡിംഗ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. സംസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം വീണ്ടും ഒരു ടൈം കൂടി പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുകയാണ്. ഈ പാർട്ടി സെക്രട്ടറിക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ഗ്ലാമർ അടുത്തതായിട്ട് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. MV ഗോവിന്ദൻ വീണ്ടും ഒരു ടൈം കൂടെ വരുമ്പോൾ സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാവോ? താങ്കളുടെ റീഡിംഗ് എന്താണ്? അതിനകത്ത് ഉണ്ടാകുന്നൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, ബേബി വരുമ്പോൾ ബേബി കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെയാണല്ലോ അദ്ദേഹം പോയത്. ആയിരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴാണോ? അല്ല, ഇപ്പോഴല്ല. അദ്ദേഹം അതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അല്ലെന്നോ എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഒരുപക്ഷേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണോ വന്നതോ അല്ലത് എന്ന് നമുക്ക് പറയാം. നിഷ്പക്ഷനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്തായാലും കേരളത്തിലാരും ബേബിയെ കാണുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാവശ്യം. അത് ഒരു പ്രാവശ്യം അദ്ദേഹം അച്യുതാനന്ദനോടൊപ്പം നിന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നു. അപ്പോൾ അച്യുതാനന്ദനോടൊപ്പം നിന്ന് CAT ലോബിയെ ഒതുക്കി, പിണറായിയോടൊപ്പം നിന്ന് അച്യുതാനന്ദനെ ഒതുക്കി. അപ്പം ബേബിയോടെ സംബന്ധിച്ചിടത്തോളം ബേബിയുടെ ഇഷ്ടവും വിരോധവുമുള്ള ആളുകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ട്. അതേസമയം നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു പാർട്ടി സെക്രട്ടറി വന്നാൽ ഇവിടെ പ്രശ്നമില്ല. ഇപ്പോൾ യെച്ചൂരിയോടോ അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിനോടോ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമോ വൈരാഗ്യമോ ഇഷ്ടമോ വെറുപ്പോ ഒന്നും കേരളത്തിലെ പ്രവർത്തകർക്കില്ല. പക്ഷേ ബേബിയെ സംബന്ധിച്ചിടത്തോളം ബേബിയെ വെറുക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ബേബിയോടുള്ള കേരളത്തിലെ പ്രവർത്തകരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇവിടുത്തെ പാർട്ടി പ്രവർത്തനങ്ങളെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് ബേബിക്ക് ഒരു നിഷ്പക്ഷനായ കാര്യത്തിനെ സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു ഗ്രൂപ്പിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ, അല്ലാതെ അദ്ദേഹം നിഷ്പക്ഷനായ ഒരാളായിരുന്നില്ലല്ലോ. മനസ്സിലായി. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? ഗോവിന്ദൻ മാസ്റ്റർക്ക് സത്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സേ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കാരണം 24ാമത് പാർട്ടി കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം നമ്മുടെ കൊല്ലത്ത് നടന്ന അദ്ദേഹം അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട് ആരും ഗൗരവമായിട്ട് പരിഗണിച്ചതേയില്ല. മറിച്ച് അവിടെ ചർച്ച ചെയ്തത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖയായിരുന്നു. അപ്പം മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയുടെ മുകളിൽ അധീശത്വം സ്ഥാപിച്ചത് കൊല്ലം സമ്മേളനം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടൊന്നും ആരും വായിക്കുന്നില്ല. തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പം ഗോവിന്ദൻ മാസ്റ്റർ കേരള രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടിയെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നു. മനസ്സിലായി. പാർട്ടി സംവിധാനങ്ങളുടെ ആ ഒരു പോരായ്മകൾ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞാൽ = പിണറായി വിജയൻ എന്നുള്ളൊരു ഫോർമുലയിലേക്ക് മാറിക്കഴിഞ്ഞു. സോ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ മൂന്നാമതൊരു ടേം കൂടി കേരളം ഭരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് ചരിത്രമാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ സമകാലിക സാഹചര്യം ഇങ്ങനെ തുടരുന്ന പക്ഷം മൂന്നാമതൊരു ടേം കൂടി പിണറായി വിജയന് പോസിബിൾ ആണോ അല്ലയോ? മൂന്നാമതൊരു ടൈം പിണറായി വിജയൻ്റെ പോസിബിൾ ആണോ ഇല്ലയോ എന്ന് പറയാൻ നമുക്ക് അതിൻ്റെ സമയമായിട്ടില്ല. കാരണം പിണറായി വിജയൻ്റെ ടീമിൻ്റെ ഒരു പ്രാധാന്യം വരുന്ന 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ്. അതിന് മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ അതിലാണ് എപ്പോഴും ശരിക്കും ജനങ്ങളുടെ മനസ്സ് എന്താണെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്വീപ്പിംഗ് വിക്ടറി ആയിരുന്നു കോൺഗ്രസ്സിന്. 2021 എന്ത് സംഭവിച്ചു? അതായത് രാഷ്ട്രീയത്തിലെ ഒരാഴ്ച പോലും ദീർഘമായൊരു ഇടവേളയാണ്. നമുക്ക് പറയാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്. പക്ഷേ മൂന്നാമതൊരു ടൈം പിണറായി വിജയന് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രസക്തമായ ചില കാര്യമുണ്ട്. 2021 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അതിൽ തൃക്കാക്കര
പോയി. തൃക്കാക്കര പോയി എന്നുള്ളതല്ല, 25,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ തോമസ് ജയിക്കുന്നത്. ഒരു ഗവൺമെൻറ് മെഷീനറി മുഴുവൻ, സകല മന്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. ഓരോ മന്ത്രിയും അവരുടെ ജാതിക്കാരുടെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കുകയാണ്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമാണ്. മുസ്ലിം മന്ത്രി മുസ്ലിമിൻ്റെ വീട്ടിൽ പോകുന്നു, ക്രിസ്ത്യൻ മന്ത്രി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോകുന്നു, നായരുടെ വീട്ടിലും, ഈഴവൻ്റെ വീട്ടിലും പോകുന്നു. രാഷ്ട്രീയം ഒരു വർഗീയമായി അധപതിച്ചൊരു കാലഘട്ടമായിരുന്നു ആ തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. എന്ത് സംഭവിച്ചു? ഉമ തോമസ് എന്ന് പറയുന്ന താരതമ്യേന ഇങ്ങനെ ഭൂരിപക്ഷം വർദ്ധിച്ചു. അതാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം പുതുപ്പള്ളിയിൽ വന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിയുമ്മൻ ജയിച്ചത്. വേണമെങ്കിൽ ഒരു സഹതാപ രംഗത്തിൻ്റെ ഒരു ആനുകൂല്യം കൊടുത്താൽ പോലും ഭൂരിപക്ഷം നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ ചാണ്ടിയുമ്മന് കഴിഞ്ഞു. പ്രത്യേകിച്ച് പുതുപ്പള്ളി കോൺസ്റ്റിറ്റ്യുവൻസി കോൺഗ്രസിൻ്റെ അത്ര ഒരു സേഫ് സീറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമല്ല. എങ്കിലും അവിടെ നന്നായിട്ട് വിജയിക്കാൻ ചാണ്ടിയുമ്മന് കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. മൂന്നാമത് നടന്നത് പാലക്കാടും ചേലക്കരയുമാണ്. പാലക്കാട് അവിടെ മത്സരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. അപ്പോൾ 4 തെരഞ്ഞെടുപ്പിലും 3 നന്നായിട്ട് വിജയിക്കാൻ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു. ചേലക്കര CPM ജയിച്ചെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റേജ് 3-1 കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതിന് മറ്റൊരു കാര്യം കൂടെ പരിഗണിക്കണം. LDF അവിടെ നിർത്തിയ സ്ഥാനാർത്ഥി വളരെ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. പ്രാദേശികമായി ജനങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഉള്ള അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. UDFൻ്റെ സ്ഥാനാർത്ഥി അവിടുത്തെ ജനങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത നേതാവുമായിരുന്നു. കാരണം 5 കൊല്ലത്തെ പാർലമെൻ്ററി പ്രവർത്തനം തന്നെ ആ സ്ഥാനാർത്ഥിയെ പരിഹാസിയാക്കി മാറ്റിയതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപതെരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡ് നോക്കിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു തുടർച്ച ഇടതുപക്ഷത്തിനുണ്ടാവും എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയുന്നത്? മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ എപ്പോഴും എല്ലാവരും ഈ കഴിഞ്ഞ കുറേയധികം നാളുകളായി CPMനെ അല്ലെങ്കിൽ വിശിഷ്യ LDFന് തിരിച്ചടികൾ നേരിടുന്നു എന്നുള്ള ഒരു അനുഭവ സാക്ഷി നമുക്ക് മുന്നിൽ ഉള്ളപ്പോഴും എല്ലാവരും പറയുന്നു വീണ്ടും LDF തന്നെ വരും. ബിക്കോസ് വേറൊരു ചോയ്സ് ഇല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മുഖ്യ പ്രതിപക്ഷം ഇവിടെയുണ്ട്. പക്ഷേ അവർ ഈ പറയുന്നത് പോലെ കുറേയധികം നേതാക്കന്മാർ തമ്മിൽ തല്ലുന്നു, അധികാരത്തിന് വേണ്ടി വടംവലി നടത്തുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ CPM അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഏതാണ്? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരു ഏകഛത്രാധിപതി അങ്ങനെ ഒരാളായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കരുതുന്നു, അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നു. ശരിയാണോ? അല്ല, എല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴേ തെരഞ്ഞെടുപ്പ് ശേഷം നടക്കുന്ന എക്സിറ്റ് പോൾ സർവേകളൊക്കെ ഉണ്ടല്ലോ, ആ സർവേകൾ പലതും പ്രഖ്യാപിക്കും. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടായിരിക്കും റിസൾട്ട് വരുമ്പോൾ. അപ്പോൾ ജനങ്ങളുടെ ഒരു മനസ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനവും നമ്മുടെ സംസ്ഥാനത്തില്ല. ഒരു സർവേയിലൂടെ അത് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ഇടതുപക്ഷത്തിൻ്റെ ആസ്തിയും ബാധ്യതയും പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ളൊരു മുഖ്യമന്ത്രിയാണ്. തീർച്ചയായും കാര്യങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് അറിയാം. ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പം തീരുന്ന നാഷണൽ ഹൈവേ 66 പിണറായി വിജയൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഉമ്മൻചാണ്ടി ഇത് വേണ്ടാന്ന് പറഞ്ഞാണ്. ഈ വീതിയിൽ റോഡ് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞാണ്. ഉമ്മൻചാണ്ടി ഡ്രോപ്പ് ചെയ്ത ഗ്യാസ് പൈപ്പ് ലൈനാണ് പിണറായി വിജയൻ പൂർത്തിയാക്കിയത്. വിഴിഞ്ഞം തുറമുഖം നിശ്ചയദാർഢ്യത്തോടുകൂടി സമയബന്ധിതമായി തീർക്കാൻ കഴിഞ്ഞു. ലത്തീൻ സഭ അവിടെ എതിർത്തില്ലേ, സമരങ്ങൾ ഉണ്ടാക്കിയില്ലേ, അത് അടിച്ചമർത്തി തന്നെ ചെയ്തു. അപ്പോൾ ഒരു ഭരണാധികാരി ഇച്ഛാശക്തിയുള്ളൊരു അടിച്ചമർത്തണം. ഞാനതാണ് പറഞ്ഞത്. അതിനുള്ള കഴിവുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് വികസനമാണ് വേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വിഴിഞ്ഞം പോർട്ട് അനിവാര്യമാണ്. അവിടെ കുറച്ച് പേർക്ക് അതിനോട് എതിര് കാണുമായിരിക്കും, പാരിസ്ഥിതിക പ്രശ്നവും കാണുമായിരിക്കും. അത് പരിഹരിക്കുക അല്ലാതെ പോർട്ട് റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ തന്നെ നടന്ന എന്താണ്, പോർട്ടിൻ്റെ വാതിൽ തകർത്ത് കളഞ്ഞ് പോർട്ടിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ ചെന്ന് ചർച്ചിൻ്റെ കൊടി സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിനെ അടിച്ചമർത്താൻ എന്താണ് ചെയ്യേണ്ടത്? അത് നിർഭയം അടിച്ചമർത്തി. ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയായിരുന്നു അത് ചെയ്യാൻ മടിക്കുമായിരുന്നു. പിണറായി വിജയൻ അത് ചെയ്തു. എന്നാൽ പിണറായി വിജയൻ്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന അഴിമതി ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഗൗരവതരമായ ചില ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. എന്നാൽ ഇച്ഛാശക്തിയുള്ളൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോൾ 2026 മുമ്പ് നാഷണൽ ഹൈവേ തീർത്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ഞങ്ങൾ തീർത്ത ഹൈവേ ആണിത് എന്ന് പറയുമ്പോൾ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയാണ് ഈ ഹൈവേ. അത് കേരളത്തിന് വലിയൊരു അനുഭവമായിരിക്കും. പക്ഷേ അത് കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്, കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. പൂർണ്ണമായി പിണറായി വിജയൻ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ സാധിക്കുമോ? അല്ല, പൂർണ്ണമായിട്ട് പിണറായി വിജയൻ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇത് കേന്ദ്രത്തിനൂടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയേണ്ടത് ആരാണ്? BJPക്കാരല്ലേ? BJPയുടെ നേതാവില്ലല്ലോ. കുറച്ചു കാലം നമ്മുടെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ
നരേന്ദ്രമോദി കൊണ്ടുവന്ന ഏത് പ്രോജക്റ്റ് ജനങ്ങളെ പരിചയപ്പെടുത്താനാണ് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുള്ളത്? കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനസ്സിലായി. ബി ജെ പി പൊളിറ്റിക്സിലേക്ക് നമ്മൾ വിശദമായി തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ, എസ്പെഷ്യലി മകൾക്ക് നേരെ ഉയരുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, മാസപ്പടി വിവാദം, ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഇത് LDFിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ സാധ്യതകളെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും? താങ്കളുടെ വിലയിരുത്തൽ. അത് ഇപ്പം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പം വീണ വിജയനെതിരായിട്ടുള്ള കേസ് കോടതിയിലാണ്. കോടതി അതിനെ എങ്ങനെ സമീപിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ. വിളിക്കുമോ, ചോദ്യം ചെയ്യുമോ, അറസ്റ്റ് ചെയ്യുമോ, കേസിൽ പ്രതിയാക്കുമോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കിടക്കുകയാണ്. അപ്പോൾ നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇന്ന് ഏർലി സ്റ്റേജാണ്. അപ്പോൾ ആ കേസിൻ്റെ ഗതി അനുസരിച്ചിരിക്കും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഭാവി ഒരു പരിധി വരെ. നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, അതായത് BJPയുടെ ഒരു പ്രഖ്യാപിത നിലപാട് അല്ലെങ്കിൽ അജണ്ട എന്ന് പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം, അതായത് കോൺഗ്രസ് ഇനി ഇവിടെ വേണ്ട എന്നവർ അങ്ങ് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മാത്രമാണ് CPM ശേഷിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കണമെങ്കിൽ CPM കണ്ടിന്യൂസ് ആയിട്ട് ഭരണത്തിൽ തന്നെ ഇരിക്കണം, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കണം. അവർ നിന്നാൽ മാത്രമേ, അങ്ങനെ അവർ ഭരണത്തിൽ തുടർന്നാൽ മാത്രമേ കോൺഗ്രസ് ക്ഷയിച്ച് ഇല്ലാതാവുകയും ഭാവിയിൽ BJP വേഴ്സസ് CPM എന്നുള്ളൊരു ഫോർമുല കേരളത്തിൽ ഉണ്ടാക്കാനും സാധിക്കൂ എന്ന് BJP കരുതുന്നു. ആ കരുതലിൻ്റെ ഭാഗമായിട്ടാണ് CPM വീണ്ടും അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന അഴിമതി കേസുകളിലൊക്കെ BJP സെറ്റിൽ ചെയ്യുന്നു, CPMുമായി സമരസപ്പെടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നു. എത്രത്തോളം ശരിയാണ്? താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സാധ്യതയെ? അല്ല, അതിനകത്ത് ഈ കോൺഗ്രസ് മുക്ത ഭാരതം അത് BJP ഒന്നും ചെയ്യേണ്ട, കോൺഗ്രസ് തന്നെ ചെയ്തോളൂ. അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെ അവർ കോൺഗ്രസ് മുക്ത ഭാരതമാക്കും. കോൺഗ്രസ് മുക്ത കേരളമാക്കാൻ CPMോ BJPയോ വിചാരിച്ച് പറ്റില്ല. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് കോൺഗ്രസ്സുകാർ നിർവഹിച്ചുകൊണ്ടിരിക്കുക. അതിന് BJPക്കാരൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കോൺഗ്രസ്സുകാർ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസിനെ ഇല്ലാതാക്കി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിച്ചാൽ BJPക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതൊരു നല്ല സ്ട്രാറ്റജിയായിട്ട് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല. 2-3 കാരണങ്ങളുണ്ട് അതിനകത്ത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും ശക്തമായ ഹിന്ദു പാർട്ടി CPM ആണ്, അല്ലാതെ BJP അല്ല. ഹിന്ദുക്കളുടെ വോട്ട് കൂടുതൽ CPMനാണ് കിട്ടുന്നത്, BJPക്ക് അല്ല കിട്ടുന്നത്. അപ്പം CPM ശക്തമായിട്ട് നിൽക്കുന്നിടത്തോളം കാലം വോട്ട് CPMനെ ഹിന്ദു വോട്ട് കിട്ടുകയുള്ളൂ. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ക്രിസ്ത്യൻ നായർ വോട്ടുകളാണ്, അതാണ് കൂടുതൽ. പിന്നെ കുറച്ച് ഈഴവ വോട്ടുണ്ട്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ദയനീയമായൊരു പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് മുക്ത കേരളം വന്നാൽ അതനുസരിച്ച് CPM ഒരു ഭാഗത്തും BJP മറുഭാഗത്തുമായി കേരളത്തിലെ ഭരണം നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. കാരണം CPMൻ്റെ ഇന്ത്യയിലെ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിഗണിച്ച് നോക്കണം. 1977 ജനുവരിയിലാണ് വെസ്റ്റ് ബംഗാളിൽ അവർ അധികാരത്തിൽ വന്നത്. 2011 ആയപ്പോൾ എന്ത് ചെയ്തു? ഒരൊറ്റ MLA, ഒരു MP അവിടെ ഇല്ല, പരിപൂർണമായി തകർന്നില്ലേ. 77 തന്നെയാണ് ത്രിപുരയിൽ വന്നത്. ത്രിപുരയിൽ അന്ന് ജയിക്കുമ്പോൾ 60 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 55 സീറ്റ് വാങ്ങിച്ചാണ് CPM ജയിച്ചത്. ഇന്ന് ത്രിപുരയിൽ എവിടെ ഇരിക്കുന്നു? അപ്പോൾ ഇന്ത്യയിലെ ത്രിപുരയിലും അതുപോലെ തന്നെ ബംഗാളിലും ഒക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ CPM തകർന്നു കഴിഞ്ഞു. ആ CPMൻ്റെ അനിവാര്യമായൊരു തകർച്ചയിൽ നിന്നും CPMനെ രക്ഷിക്കാനുള്ള ദൗത്യം BJP ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇവിടെ വരാൻ പോകുന്ന രാഷ്ട്രീയം ഒരുപക്ഷെ അതായിരിക്കില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, ശരത് പവാറിനെ പോലെ, മഹാരാഷ്ട്രയിലെ ശരത് പവാറിനെ പോലെ ഒരു നേതാവ് ഇവിടില്ല. അതല്ലെങ്കിൽ നമ്മുടെ തെലുങ്ക് ദേശത്തെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ജഗ്മോഹൻ റെഡ്ഡിയെ പോലെ ഒരാളില്ല. എന്തിന് ബംഗാളിലെ മമതാ ബാനർജിയെ പോലെ നല്ലൊരു നേതാവ് കോൺഗ്രസ്സിലുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ശക്തമായൊരു പ്രാദേശിക പാർട്ടിയായി, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് മാറാൻ കഴിയുമായിരുന്നു. അതിന് ശേഷിയും ശേമുഷിയും എന്നുള്ള ജനകീയ നേതാക്കന്മാർ കോൺഗ്രസിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ തകർച്ച അനിവാര്യമാണ്. ഇവിടെ വരാൻ പോകുന്നത് വളരെ വളരെ ഒരു കൺഫ്യൂഷനാണ് കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കുമോ? ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കാര്യം, ഓരോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും നേരത്തെ തന്നെ വിശകലനം ചെയ്യുന്ന ആളുകൾ എപ്പോഴും നമ്മുടെ ഈ എഴുത്തുകാരാണ്. അവർക്ക് ദീർഘദർശനം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ജോർജ് ഓർവെൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആനിമൽ ഫാം എഴുതി. അന്നേ ജോർജ് ഓർവെൽ ഈ സിസ്റ്റത്തിനെ പരിഹസിച്ചു. മഹാത്മാഗാന്ധി വളരെ നേരത്തെ തന്നെ പറഞ്ഞു, റഷ്യയിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് നിൽക്കാൻ കഴിയില്ല, അതിന് ഒരു കാരണവശാലും നിൽക്കാൻ കഴിയില്ല. ബംഗാളിൽ സൗരജ് ഭൗമിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതേ എഴുതിയത് ദ ഗാങ്സ്റ്റർ സ്റ്റേറ്റ്. ബംഗാളിനെ വിശേഷിപ്പിച്ചത് ദ ഗാങ്സ്റ്റർ സ്റ്റേറ്റ്. അതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് CPIM ഇൻ ബംഗാൾ, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച
മിലോവൻ ജിലാസ് എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം എഴുതി ദ ന്യൂ ക്ലാസ് എന്ന് പറഞ്ഞാണ് എഴുതി ദ റെഡ് ബൂർഷ്വാസി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ റെഡ് ബൂർഷ്വാസിയുടെ വരവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചെന്ന്. അപ്പോൾ കേരളത്തിലെ റെഡ് ബൂർഷ്വാസി വന്നു കഴിഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തകർച്ചയുടെ എല്ലാ ലക്ഷണങ്ങളും പാർട്ടിക്കകത്ത് വളരെ പ്രകടമാണ്. പക്ഷേ അതിനെ അതിജീവിക്കാൻ പാർട്ടിക്ക് എങ്ങനെ കഴിയും എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ ഏറ്റെടുത്ത് പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള അതിനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഗോവിന്ദൻ മാസ്റ്റർക്കുണ്ടോ എന്ന് ഇനിയും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ ഉള്ള പ്രത്യേകത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ജീവശ്വാസം കൊടുത്തു നിർത്തിയിരിക്കുന്നത് പിണറായി വിജയനാണ്. അധികാരം കൈയാളാനും അത് നിലനിർത്താനും കഴിയുന്ന നേതാവിനോടൊപ്പമായിരിക്കും എല്ലാ പാർട്ടികളും, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും. അപ്പോൾ അധികാരം കൈയാളാനും അത് നിലനിർത്താനും കഴിയും എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ, അത് ജനങ്ങൾ അംഗീകരിച്ചാൽ ഒരുപക്ഷേ ഒരു തുടർച്ച ഉണ്ടായിക്കൂടാ എന്നില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റും. ഇപ്പോൾ ജനങ്ങളുടെ വിധിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ ആസന്നമായ തിരഞ്ഞെടുപ്പുകൾ ഒരുപാട് തന്നെയുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട്. ജനങ്ങളുടെ വിധി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ചർച്ചകളാകാം. നന്ദി.